നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ആണ്. വ്യാഴം രാശി മാറുകയാണ്. 2024 മെയ് 1-ാം തീയതി ബുധനാഴ്ച ദിവസം വ്യാഴം മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് കടക്കുകയാണ്. ഉച്ചയ്ക്ക് 2:02 PM വ്യാഴം ഇടവൻ രാശിയിലേക്ക് കടക്കുന്നത്. 2025 മെയ് 14 വരെ വ്യാഴം ഇടവൻ രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വ്യാഴമാറ്റം ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾക്ക് മുഴുവൻ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള ഫലങ്ങളെ പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വ്യാഴം രാശി മാറുമ്പോൾ ഫലങ്ങളാകെ പലർക്കും മാറി മറിയുന്ന അവസ്ഥയുണ്ടാകും. നവഗ്രഹങ്ങളിൽ മനുഷ്യന് ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനം ചെലുത്തുന്ന ഗ്രഹങ്ങളിൽ മുമ്പന്തിയിൽ നിൽക്കുന്ന ഗ്രഹമാണ് വ്യാഴം. ഒരു ജാതകന്റെ അനുഭവ ഗുണം, ഭാഗ്യം, ദൈവാധീനം എന്നിവയെല്ലാം വ്യാഴത്തെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യാഴത്തിന്റെ രാശിമാറ്റം ഓരോ ജന്മ നക്ഷത്രക്കൂറുകാർക്കും ഗുണവും ദോഷങ്ങളും നൽകിയേക്കാം. വ്യാഴത്തിന്റെ ഇടവൻ രാശിയിലെ സ്ഥിതി അനുസരിച്ച് വ്യത്യസ്തരായിട്ടുള്ള കൂറുകാർക്ക് വ്യത്യസ്ത തരത്തിലുള്ള ഫലങ്ങളെ പ്രദാനം ചെയ്തേക്കാം. വ്യാഴത്തിന്റെ രാശിമാറ്റത്തെ കൂടാതെ നല്ല ദശാകാലം നടക്കുന്നവർക്കും ചാരവശാലുള്ള ഫലങ്ങളോടൊപ്പം ദശാകാലവും കൂടി അനുകൂലത്തിലായി വരികയാണെങ്കിൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുകയും, ചാരവശാലുള്ള ദോഷഫലത്തോടൊപ്പം ദശാകാലം മോശമാണെങ്കിൽ ദോഷഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യും. ചാരവശാലുള്ള മോശം സമയവും ദശാകാലവും മോശമാണെങ്കിൽ അതികഠിനമായിട്ടുള്ള ദോഷങ്ങളെ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വന്നേക്കാം. മറിച്ചായാൽ കൂടുതൽ ഗുണങ്ങളെ അനുഭവിച്ചേക്കാം. വ്യാഴം പൊതുവെ 1, 3, 4, 6, 8, 12 ഭാവങ്ങളിൽ നിൽക്കുന്നത് അനുകൂലമല്ല എന്നാണ് പറയുന്നത്. എന്നാൽ വ്യാഴത്തിന്റെ രാശിയായിട്ടുള്ള മീനം രാശി, ധനുരാശി എന്നിവർക്ക് വ്യാഴത്തിന്റെ ഈ ദോഷം അല്പം ദോഷഫലത്തെ കുറച്ചേക്കാം. നമുക്ക് ഈ ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേക വ്യാഴമാറ്റം മൂലമുള്ള ഫലത്തെ ഒന്ന് നോക്കാം. ഇവിടെ വ്യാഴമാറ്റം മൂലമുള്ള ഫലങ്ങളെ എടുത്തു പറയുന്നുണ്ട് എങ്കിൽ പോലും രാഹു, ശനി എന്നീ ഗ്രഹങ്ങളുടെ ഇപ്പോഴുള്ള ഗ്രഹചാരവശാലുള്ള ഫലത്തെ കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് പൊതുവായിട്ടുള്ള ഈ വ്യാഴ ഫലത്തിന്റെ നക്ഷത്രഫലം പറയുന്നത്. വ്യാഴം കഴിഞ്ഞാൽ ശനിയും രാഹുകേതുക്കളുമാണ് കൂടുതലായിട്ട് സ്വാധീനം ചെലുത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ഗ്രഹങ്ങളെ എല്ലാം ചേർത്തുകൊണ്ട് വ്യാഴത്തിന്റെ ഫലത്തോടൊപ്പം കോർത്തിണക്കി വ്യാഴം ഇടവൻ രാശിയിൽ നിൽക്കുമ്പോഴുള്ള സമ്പൂർണ്ണ ഫലമായിട്ട് തന്നെ നമുക്ക് ഇതിനെ കരുതാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ മുകളിലുള്ള ഓൾ എന്ന ബട്ടൺ കൂടി ഒന്ന് സെലക്ട് ചെയ്യുക. അതുവഴി ഞാൻ തുടർന്ന് നൽകുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. നമുക്കിന്ന് മേടക്കൂറുകാരുടെ വ്യാഴമാറ്റ ഫലം ഒന്ന് പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രങ്ങളാണ്. മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 2-ലേക്കാണ് വരുന്നത്. ഇപ്പോൾ ജന്മരാശിയിൽ നിന്ന് വ്യാഴം 2-ാം ഭാവത്തിലേക്കാണ് വരുന്നത്. അത് ഗുണപരമായിട്ടുള്ള മാറ്റങ്ങളാണ് ഉണ്ടാക്കുന്നത്. നമുക്കാദ്യം വ്യാഴത്തിന്റെ രാശിമാറ്റം മൂലമുള്ള മേടക്കൂറുകാരുടെ ഫലത്തെ ഒന്ന് പ്രത്യേകം പറഞ്ഞതിന് ശേഷം പൊതുവായിട്ടുള്ള ഫലത്തെ പറയാം. ദ്വിതീയ സ്ഥിതി അർത്ഥസ്യ ലാഭഃ ഋഭുക്ഷയ സുദൃശ്യം ഭോഗഃ എന്നാണ്. അതായത് വ്യാഴം 2-ാം ഭാവത്തിൽ 2-ാമത്തെ രാശിയിൽ നിൽക്കുമ്പോൾ ധനലാഭം ഉണ്ടാകുന്നതാണ്, ശത്രു ഉപദ്രവം ഇല്ലാതാകുന്നതാണ്, കൂടാതെ ഭോഗസുഖത്തിനും സാഹചര്യമുണ്ട്. ഇനി നമുക്ക് പൊതുവായിട്ടുള്ള ഫലങ്ങളെ ഒന്ന് ചിന്തിക്കാം. പൊതുവിൽ ഗുണകരമായിട്ടുള്ള ഫലമാണ് പറയേണ്ടത്. വ്യാഴത്തിന്റെ രാശിമാറ്റം 2-ാം ഭാവത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർക്ക് ഗുണപരമാണ്. അതേപോലെ തന്നെ സ്വാധീനം ചെലുത്തുന്ന ശനിയാകട്ടെ 11-ാം ഭാവത്തിൽ നല്ല ഗുണഫലത്തെ നൽകി നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ മേടക്കൂറുകാർക്ക് മുൻകാലങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരുന്ന പല തടസ്സങ്ങളും ഇല്ലാതാകുന്ന ഒരു വർഷമാണ്. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിച്ചവർക്ക് അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാഹചര്യമുണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ നേട്ടമുണ്ടാകുന്ന വർഷമാണ്. മത്സര പരീക്ഷകളിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് വിജയം കരസ്ഥമാകുന്നതാണ്. കൂടാതെ മേടക്കൂറുകാർക്ക് ധനപരമായിട്ടുള്ള നേട്ടങ്ങളും ഉണ്ടാകുന്ന വർഷമാണ്. അതോടൊപ്പം തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ അപ്രതീക്ഷിതമായിട്ടുള്ള പുരോഗതിയും ഉണ്ടാകും. വ്യാപാര വ്യവസായങ്ങളൊക്കെ ചെയ്യുന്നവർക്ക് ലാഭം വർദ്ധിക്കുന്നതാണ്. മേടക്കൂറുകാരുടെ ആഗ്രഹങ്ങളൊക്കെ സബലീകരിക്കാൻ സാഹചര്യം ഉണ്ടാകുന്ന വർഷമാണ്. ഭാഗ്യം പൊതുവെ വർദ്ധിക്കുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ നഷ്ടമായി എന്ന് കരുതിയിരുന്ന ധനം ഒക്കെ തിരികെ ലഭിക്കാനൊക്കെ സാഹചര്യം ഉണ്ടാകും. വ്യാഴത്തിന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും മഹാവിഷ്ണു പ്രീതി വരുത്തുന്നതും ഒക്കെ മേടക്കൂറുകാർക്ക് കൂടുതൽ ഗുണഫലത്തെ നൽകും. വ്യാഴത്തിന്റെ രാശിമാറ്റം മൂലം പൊതുവെ ധനലാഭം, ശത്രുനാശം, ഭോഗസുഖം എന്നിവയൊക്കെയാണ് പറയുന്നത്. ശനിയും മറ്റു ഗ്രഹങ്ങളുമൊക്കെ അനുകൂലമായതുകൊണ്ട് തന്നെ മേടക്കൂറുകാരെ സംബന്ധിച്ച് കൂടുതൽ നല്ല കാലത്തിലേക്ക് പോവുകയാണ് വരുന്ന ഒരു വർഷം. എല്ലാ മേടക്കൂറുകാർക്കും വളരെ നല്ലൊരു വർഷമാകട്ടെ, വ്യാഴരാശിമാറ്റം സമ്മാനിക്കുക എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് ഇടവക്കൂറുകാരുടെ വ്യാഴത്തിന്റെ രാശിമാറ്റ ഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.